ड्रैगन पैली तुम तल्लकड्डी ഡ്രാഗൺ പൈലിയല്ല, വെറും ഡ്രാഗൺ. ലവ് ടുഡേ പോലത്തെ ഒരു കിടിലും ഗംഭീരം ബോക്സ് ഓഫീസ് ഹിറ്റ് കഴിഞ്ഞിട്ട് പ്രദീപ് രംഗദാനം ചെയ്യണ അടുത്ത പടം. ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഈവൻ എനിക്ക് പോലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും വിചാരിച്ചത് നമ്മുടെ ഡോണില്ലേ, നമ്മുടെ ശിവകാർത്തികേയന്റെ ഡോൺ, അതിന്റെ ഏതെങ്കിലും ഒരു റിപ്പ് ഓഫ് പോലെ ഏതെങ്കിലും ഒരു സംഭവമൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ പടം പോയി ഞാൻ കണ്ടു, എൻ്റെ പൊന്നോ, ഇതുപോലത്തെ ഒരു കൊമേഴ്ഷ്യൽ സബ്ജക്റ്റ്, അതും കിടിലനായിട്ടുള്ള റൈറ്റിങ്ങും, ഇതുപോലത്തെ ഒരു സാധനം എന്താണ് കുറേ കൊല്ലങ്ങളായിട്ട് മലയാളത്തിൽ വരാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും കഴിവുള്ള ആൾക്കാരുണ്ടായിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് വരുമ്പോൾ പക്ക പെട്ടിക്കട വുഡായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയത്തക്ക ഒരു നല്ല ഇതുപോലത്തെ ഒരു കിടിലൻ കമ്മിങ് ഓഫ് ഏജ് കൊമേഴ്ഷ്യൽ സാധനം കിട്ടിയിട്ട് എത്ര കൊല്ലമായി. നമ്മുടെ പ്രദീപ് രംഗനാഥൻ എഴുതി ഒപ്പിട്ട് തരാം. നമ്മുടെ തമിഴ് സിനിമയിലെ ഫ്യൂച്ചറിലെ ഏറ്റവും വലിയ സ്റ്റാറാവും. ഇപ്പൊ നമ്മുടെ വിജയ് ഇപ്പൊ ഏകദേശം നമ്മുടെ പടങ്ങളൊക്കെ നിർത്തിയൊരു മട്ടാണല്ലോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വിജയ് പോയി കഴിഞ്ഞതിന് ശേഷം ആര് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പലരും പറയുന്നത് ശിവകാർത്തികേയനാണ്, തുപ്പാക്കിയ പൊടി ശിവ എന്നൊക്കെ പുള്ളി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാലും വിജയുടെ ആ ഒരു മാർക്കിലേക്ക് എത്തിയില്ലെങ്കിലും വിജയുടെ ആ ഒരു സംഭവത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കെൽപ്പും ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ ശിവകാർത്തികേയനുണ്ട്. ശിവകാർത്തികേയൻ തമിഴ് സിനിമയിലെ നെക്സ്റ്റ് ബിഗ് തിങ് ആയാലും നമ്മൾ വിജയുടെ പോലൊന്നും ആയിരിക്കില്ല, നമ്മുടെ രജനീകാന്തിൻ്റെ പോലെ ആയിരിക്കില്ല, വേറൊരു ടൈപ്പിലായിരിക്കും. ഇപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ ഒരാൾ ഒരു സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നമുക്ക് ആ സീറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു ടവ്വലതിൻ്റെ മേത്തിടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അതും പിടിച്ചിരിക്കും. കാരണം നമുക്ക് സീറ്റ് പിടിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ശിവകാർത്തികേയൻ്റെ ആ ഒരു പ്ലേസിലേക്ക് ഇനി വരാൻ പോകുന്നത് കൺഫേമാ നമ്മുടെ പ്രദീപ് രംഗനാഥൻ തന്നെയാണ്. പടത്തിൻ്റെ ട്രെയിലർ പക്ക ഡോണിൻ്റെ ആ ഒരു സംഭവം നമുക്ക് മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ പടത്തിൽ കുറേ സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്. പോരാത്തതിന് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നല്ല പടം പോകുന്നത്. ആ ഒരു റൂട്ടേ വേറെയാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സംഭവം വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇതുപോലെ ട്രെയിലർ കൊടുത്തത് എനിക്ക് മനസ്സിലായി. എന്തായാലും നിങ്ങൾ പടം കണ്ടു നോക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് പടം 21-ാം തീയതിയാണ് റിലീസായത്. എൻ്റെ അടുത്ത് മഞ്ഞപ്രയിലെങ്കിലും ഇന്നാളാണ് വന്നത്, ഞായറാഴ്ച. ഈ പടം ഇറങ്ങിയപ്പോൾ തൊട്ട് ആ പോസിറ്റീവ്സ് വന്നപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ചാർജായിട്ട് നിൽക്കുകയായിരുന്നു ഈ പടം എങ്ങനെയെങ്കിലുമൊക്കെ പോയി കാണണമെന്ന്. കാരണം കൊമേഴ്ഷ്യൽ പടമാണ്, കൊമേഴ്ഷ്യൽ പടങ്ങൾക്ക് ഞാൻ വലിയൊരു ലവർ. അപ്പോൾ നിയർലി 19-20 കിലോമീറ്റർ താണ്ടിപ്പോയി ഞാൻ കണ്ട പടമാണിത്. കിടിലൻ എന്ന് വെച്ചാൽ കിടിലൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രദീപ് രംഗനാഥൻ്റെ പടങ്ങൾ മിക്കതും നല്ലൊരു ഓഡിയൻസിൻ്റെ ഒപ്പം ഇരുന്ന് കാണേണ്ട പടം, അത്യാവശ്യം നല്ല പാക്ഡ് ആയിട്ടുള്ള തിയേറ്ററിൽ ഇരുന്ന് കാണണം. അപ്പോഴേ നമുക്ക് ആ ഒരു വൈബ് ഫീൽ ചെയ്യുള്ളൂ. ഞാൻ ഒരുമിച്ചിരുന്ന് കണ്ട ഓഡിയൻസ് എന്തോ ഭയം കൊണ്ട് കിടിലൻ ഓഡിയൻസ് ആയിരുന്നു. നല്ല രീതിയിൽ ചിരിച്ച് അട്ടഹസിച്ച് അങ്ങോട്ട് എല്ലാവരും വൈബ് ചെയ്യായിരുന്നു. നമ്മുടെ അശ്വത് മാരിമുത്തുവാണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളിയുടെ പഴയ പടമാണ്, അതായത് ആദ്യത്തെ പടമാണ് ഓ മൈ കടവുളയും ഇതും ഏകദേശം ഒരേ ഫോർമാറ്റാണ്. ഫോർമാറ്റ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ചാൻസ്. ലൈഫിൽ എപ്പോഴും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടാന്നുള്ള സംഭവമാണ് പുള്ളിയുടെ ആ ഒരു മെയിൻ സംഭവമായിട്ട് വരുന്നത്. പക്ഷേ ഈ കഥയുടെ ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡ്രാഗൻ്റെ ഫിലോസഫി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്കൂളിൽ സന്മാർഗത്തിലൊക്കെ പഠിച്ച പോലെ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല എന്നാണ് നമ്മളെല്ലാവരും ഇപ്പോൾ മൈൻഡിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ അതെന്തൊക്കെ ചെയ്താലും അതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയിരിക്കും. അത് ഈ പടത്തിൽ എല്ലാവർക്കും തിരിച്ച് കിട്ടുന്നുമുണ്ട്. അത് നമ്മൾ സാധാരണ ഒരു സന്മാർഗം പടത്തിൽ പറയുന്ന പോലെ അങ്ങനെ ഭയങ്കര സ്റ്റഡി ക്ലാസ്സിലൊക്കെ ഒന്നല്ല ഇതിൽ. അതൊരു ക്ലിയറായിട്ട് റൈറ്റിംഗ് സൈഡിൽ പക്ക നാച്ചുറലായിട്ട് ഈ സംഭവം ഒരു കൊമേഴ്ഷ്യൽ പടത്തിൽ വളരെ നല്ല രസമായിട്ടാണ് ആ ഒരു തോട്ട് അവതരിപ്പിക്കുന്നത്. സത്യം പറയാലോ, ഇപ്പോൾ നിങ്ങളെൻ്റെ പോലെ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ കോളേജൊക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ വളരെ വളരെ കണക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒപ്പിക്കുന്ന പല കുരുത്തക്കേടുകളും നമ്മൾ ഒപ്പിക്കുന്ന പല ഉടായ്പകളും ഇതിൽ ഡ്രാഗൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് പലരും മറന്നു പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ കോൺസിക്വൻസസ് വളരെ വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് പ്രദീപ് രംഗനാഥൻ്റെ ആ ഒരു ചോയ്സ് ഓഫ് സ്ക്രിപ്റ്റാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഈ പടത്തിൽ റൈറ്റിംഗ് സൈഡിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. പുള്ളിയുടെ ആ ഒരു ലവ് ടുഡേയിലെ ആ ഒരു ഫോർമാറ്റും ഇതിൽ അതേപടി ഉണ്ട്. എന്ന് വെച്ചാൽ സാധാരണ കൊമേഴ്ഷ്യൽ പടം എങ്ങനെയാണ്, ഒരു ഹീറോ ഉണ്ടാവും, ഒരു വില്ലൻ ഉണ്ടാവും, ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇവരുടെ തമ്മിൽ എങ്ങനെയാണ് കൊളൈഡ് ചെയ്യുന്നതെന്ന് ചെയ്യും, ഇവർ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും ത്രൂ ഔട്ടായിട്ട് നടക്കുന്ന ഒരു പരിപാടി. പക്ഷേ നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ ലവ് ടുഡേ എടുത്ത് നോക്കിയാലും ഇപ്പോൾ ഈ ഡ്രാഗൺ എടുത്ത് നോക്കിയാലും എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ഉണ്ടാവും, ഒരു വലിയൊരു പ്രോബ്ലം പുള്ളിക്ക് ഉണ്ടാവും.
ആ ഒരു പ്രോബ്ലം പല പല രീതിയിൽ പുള്ളി മറികടക്കാൻ നോക്കുന്നതാണ് ആ ഒരു സംഭവം, ആ ഒരു കഥ ഫുള്ള്. പക്ഷെ അത് ഫുള്ള് ഒരു കോമഡി രീതിയിലായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. പക്ഷേ ലാസ്റ്റ് ഒരു 40 മിനിറ്റ്സ് ആ ഒരു ടൈമിൽ ഒരു ഇമോഷനിൽ വരും. ആ ഫുൾ ഒരു ഇമോഷനിലേക്ക് ഇവിടെ കടന്ന് അങ്ങോട്ട് പോയിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു നല്ലൊരു രീതിയിൽ അവസാനിപ്പിക്കും. അങ്ങനെയാണ് ഡ്രാഗൺ എങ്ങനെ അവിടെ സ്പെഷ്യൽ ആവുന്നതെന്ന് വെച്ചാൽ പലർക്കും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ കോളേജിൽ കയറുമ്പോൾ നമുക്കൊരു സംഭവം വരും. നമ്മൾ ഭയങ്കര ഹീറോ ആക്കാൻ വേണ്ടി നമ്മൾ പല തുട്ടിത്തരങ്ങളും പരിപാടികളൊക്കെ ചെയ്യും നമ്മൾ ഹീറോ ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഒക്കെ ഒരു തിരിച്ചടി കിട്ടുന്നൊരു പോയിൻ്റ് വരും. അതിലൂടെയൊക്കെയാണ് ഡ്രാഗൺ കടന്നു പോകുന്നത്. സിമിലർലി ഞാനും കടന്നു പോയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഗേൾസിന് ഈ ട്രെയിലർ തന്നെ കാണിക്കുന്നുണ്ട്, ഗേൾസിന് പൊതുവേ ബാഡ് ബോയ്സിനെയാണ് ഇഷ്ടം. അതൊരു സത്യം തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ആ ഒരു സംഭവം തലയെ കൊണ്ട് നടന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ട്രെയിലറിൽ കാണുന്ന പോലെ ഒരു പെങ്കൊച്ചു പുള്ളിയുടെ മുഖത്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രാഘവൻ എന്നുള്ള ഒരു ആള് കോളേജിൽ കയറിയപ്പോൾ ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ബാഡ് ബോയ് ആയി മാറുകയാണ്. സിമിലർലി പലപ്പോഴും എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റിയിരുന്നു. 10 വരെ വളരെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആളാണ് ഡ്രാഗൺ. അതുപോലെ തന്നെ ഇരുന്ന് ഞാനും 10 വരെ ഭയങ്കര കിടിലനായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഡ്രാഗണിൽ 96% വാങ്ങിച്ചിട്ടാണ് പുള്ളി പോകുന്നത്. ഞാൻ 97% ആയിരുന്നു. പക്ഷേ കോളേജിൽ കയറി പിന്നെ വളരെ അടി മഴക്കോ അതും ഇതൊക്കെ ഉണ്ടാക്കി 48 സപ്ലി മേടിച്ചിട്ടാണ് പുള്ളി ഇറങ്ങുന്നത്. ഈ സപ്ലി എന്നുള്ള വാക്കുണ്ടല്ലോ, നമ്മുടെ ഉമേശൻ പണ്ട് പറഞ്ഞ പോലെ സപ്ലി എന്നുള്ള വാക്ക് അത്ര കേൾക്കാനുള്ള സുഖമൊന്നുമല്ല. അത് ഈ സിനിമയെ കാണുന്ന പോലെ ചുമ്മാ പറയുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. പക്ഷേ ഈ സപ്ലി കിട്ടിയാലുണ്ടല്ലോ മക്കളെ, അത് നല്ല സുഖമോ. അത് തിരിച്ച് എഴുതിയെടുക്കാന്ന് വെച്ചാൽ നല്ല പണിയാണ്. അതുപോലെ തന്നെ ഡ്രാഗൺ ഒരു പോയിന്റിൽ എത്തുമ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. എന്ന് വെച്ചാൽ ഏകദേശം ഒരു സന്മാർഗ ക്ലാസ് പോലത്തെ സാധനമൊക്കെയാണ്, ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ട്രൂവസ്റ്റ് ലൈഫാണെന്ന് ഞാൻ പറയും. നമ്മൾ പലരും പ്രത്യേകിച്ച് നിങ്ങൾ ഒരു കോളേജിലേക്കൊക്കെ കടക്കാൻ പോകുന്ന ഒരു ടീനേജറൊക്കെ ആണെങ്കിൽ നിങ്ങളിത് കണ്ടോളണം. കാരണം റിയാലിറ്റി എന്താണെന്ന് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. സംഭവം നമുക്ക് കോളേജിൻ്റെ ഉള്ളിൽ നമ്മൾ വളരെ സെറ്റപ്പൊക്കെ ആയിട്ട്, ഇതിൽ മിഷ്കിൻ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഭയങ്കര സെറ്റപ്പൊക്കെ ആയിരിക്കും കോളേജിൻ്റെ അകത്ത്. പക്ഷേ കോളേജിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാണ്ടല്ലോ നമ്മളൊരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾക്ക് എൻ്റെ ഉപദേശം കേട്ടിട്ട് ഇത്തിരി പ്രാന്തിളക്കുന്നുണ്ടെന്ന് അറിയാം. പക്ഷേ ഈ പടം അത്രയും ഇമ്പാക്റ്റ് എൻ്റെ മേത്തുണ്ടാക്കി. പലപ്പോഴും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി സെൽഫായിട്ടും. പോരാത്തതിന് പല കോളേജിൽ പഠിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കോളേജിൽ പഠിച്ച ആൾക്കാർക്കും ഇതുപോലെ, കാരണം നമ്മളുണ്ടാക്കുന്ന പല പരിപാടികളും ഇതിലുണ്ടാക്കുന്നുണ്ട്. വളരെ ഡ്രാഗൺ ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു പോയിന്റിൽ ഡ്രാഗനായിട്ട് ഇരുന്നുണ്ടാവും. പ്രദീപ് രംഗനാഥൻ ഒരു ഗ്രേറ്റ് ജോബാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഞാൻ വളവളവളാന്നും പറഞ്ഞ് പടത്തിനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും കുറേയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്താ പിടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഒരു നല്ല പടം കണ്ട ഇതുപോലെ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഡ്രാഗൺ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ ഒരു തിയേറ്ററിലുണ്ടെങ്കിൽ എൻ്റെ പോലെ കടം മേടിച്ചിട്ടാണെങ്കിലും പോയി കാണാം. എന്തായാലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരേയില്ല.